Hi, I'm Rani Suresh. Welcome to Do You Know series Part 9. ഇന്ന് കുറച്ച് അസർബൈജൻ വിശേഷങ്ങൾ കാണാം. അസർബൈജൻ സ്ഥിതി ചെയ്യുന്നത് കാസ്പിയൻ സീയുടെ അടുത്തായിട്ടാണ്. കാസ്പിയൻ സീ ഇതിൻ്റെ വൺ ഓഫ് ദ ബോർഡേഴ്സ് ആയിട്ട് വരുന്നത് അസർബൈജൻ്റെ കാർപ്പറ്റ് മ്യൂസിയമാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ബാക്കു എന്ന് പറയുന്നത് അസർബൈജൻ്റെ ക്യാപിറ്റൽ. ബാക്കുവിലുള്ള റമാദ ഹോട്ടലിലാണ്. റമാദ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് കാസ്പിയൻ സീയുടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കാർപ്പറ്റ് മ്യൂസിയം കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൈഡിലുള്ള വിശേഷങ്ങളാണ് കാണുന്നത്. ഇത് ഡെനിസ് മോൾ, ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കണ്ടത് ഡെനിസ് മോൾ. പിന്നെ ഐ ഓഫ് ബാക്കു, അതാണ് ആ ജയൻറ്റ് വീൽ. അതിൽ കുറേ ഗോണ്ടോളാസ് ഉണ്ട്. അത് ഫുള്ളി ഗ്ലാസ് കവേർഡ്. സിറ്റിയുടെ ഫുള്ളായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് വ്യൂസ്, ബ്യൂട്ടിഫുൾ വ്യൂസ് എല്ലാം കാണാൻ പറ്റും. പിന്നെ പോകുന്ന വഴിയിൽ ഇതൊരു സ്റ്റേഡിയം, പിന്നെ ഇതിൻ്റെ ഫ്ലാഗ് വലുതായിട്ട് വലിയ ഒരു പോളിൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു പൊല്യൂഷനേ ഇല്ലായിരുന്നു, ഡസ്റ്റ് ഇല്ല. പിന്നെ റോഡ് സൈഡിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ, ഒരു ബോട്ടിൽ ഒന്നുമേ ഇല്ല. അത്രയ്ക്ക് നീറ്റായിരുന്നു ആ കൺട്രി. പിന്നെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ റീച്ചായി. ഇതാണ് ഞങ്ങൾ വന്ന ബസ്. അവിടെ അറേഞ്ച് ചെയ്തിരുന്ന ടൂറിസ്റ്റ് ബസ്. അതിലെല്ലാവരും ഇറങ്ങി കാർപ്പറ്റ് മ്യൂസിയത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടാലേ അറിയാം ഇവിടെ എത്ര തണുപ്പാണ്. ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം. ഹ്യൂജ് ബിൽഡിംഗ്, ഒരു കാർപ്പറ്റ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് പോലെയുള്ള. ഇത് ഫ്ലൈറ്റ് ഹൗസ്. അങ്ങനെ എല്ലാവരും നടന്ന് കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. ബ്യൂട്ടിഫുൾ വ്യൂ. കാർപ്പറ്റ് മ്യൂസിയം ഒരു കാർപ്പറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളങ്ങനെ കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു 3 സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു കാർപ്പറ്റ് മ്യൂസിയം. ഉള്ള അസർബൈജൻ ഒത്തൻറ്റിക് കാർപ്പറ്റ് എങ്ങനെ ചെയ്യുന്നെന്നുള്ള ഡിസ്പ്ലേ, പിന്നെ കാർപ്പറ്റ്സിൻ്റെ മോഡൽസ് എല്ലാമേ അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് അവിടുത്തെ കാർപ്പറ്റ് സിൽക്ക്, പിന്നെ ഷീപ്പിൻ്റെ ഊൾ, കോട്ടൺ ഇത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം നാച്ചുറൽ ഡൈസാണ്. അവിടെയുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഓത്തൻറ്റിക് പ്രോഡക്റ്റ്സ് തന്നെ ഞാൻ കണ്ടുവയ്ക്കും. ഈ ചീപ്പായിട്ടുള്ളതൊന്നുമില്ലായിരുന്നു. അതെങ്ങനെ ചെയ്യുന്നുള്ള ഡിസ്പ്ലേ, അങ്ങനെ അതിൻ്റെ അതിശയങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ക്ലിപ്പിംഗ് അങ്ങനെ ഇടുന്നു, ഒരു വീഡിയോ ഒരു സ്ക്രീനിൽ ഇട്ട് കാണിക്കുന്നു. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഹിസ്റ്ററി എല്ലാമേ അങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു.
കാർപ്പറ്റിൻ്റെ ഓത്തൻറ്റിക് കാർപ്പറ്റിൻ്റെ അതിശയ ലോകത്തിലൂടെ ഞങ്ങളങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു എൻഡിൽ പോയപ്പോൾ ഒരു ലേഡി അവിടെ കാർപ്പറ്റിൻ്റെ ചെയ്യുന്ന ഡെമോ കാണിച്ചു കൊണ്ടേയിരുന്നു. ഡെമോ കാണിക്കാൻ വേണ്ടി അവിടെ കാർപ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ്. അതങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഞങ്ങൾ കുറേ സമയം. ഇതാ അതിശയമായിരുന്നു ഹാൻഡിൽ ചെയ്യുന്നത്. ജെന്യൂൻ കാർപ്പറ്റ് വിത്തൗട്ട് എനി സിന്തറ്റിക് മെറ്റീരിയൽ. അതിശയമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വർത്ത് ഭയങ്കര അധികമാണ്, കോസ്റ്റ്ലിയാണ് ഈ കാർപ്പറ്റ്സ് എല്ലാം. ഞാൻ അതിൻ്റെ പുറത്ത് പോയപ്പോൾ ചില കടകളിലൊക്കെ കണ്ടു കാർപ്പറ്റ്സ്, പക്ഷെ നല്ല വിലയുണ്ട്. ഈ ജെന്യൂൻ പ്രോഡക്ട്സ്, സിന്തറ്റിക് പ്രോഡക്ട്സ് ഒന്നുമില്ലാതെ, സിന്തറ്റിക് മെറ്റീരിയൽ ഒന്നുമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് അതിന് വർത്ത് അത്രയ്ക്കുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു. ഇത് 3 സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. 3 നിലയിൽ ഞങ്ങൾ പോയി എല്ലാം നോക്കി. അങ്ങനെ അതിശയം കണ്ടുകൊണ്ട് പിന്നെ മടങ്ങി വന്നു. ഇതിൻ്റെ സൈഡിലാണ്, ഇതിൻ്റെ താഴെ ഇറങ്ങി നിന്നാൽ നമുക്ക് ഫ്ലെയിം ടവേഴ്സ്, ഡെനിസ് മോൾ, പിന്നെ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള എല്ലാ ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് എല്ലാം, മെറ്റലിലുള്ള ആൻറ്റിക് വെസൽസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നു പോയിട്ട് കുറേ ഗ്ലാസ്സിലുള്ള ഈ പേപ്പർ വെയിറ്റ് പോലത്തെ കുറേ സാധനങ്ങൾ, അത് ഹാങ് ചെയ്താണെന്ന് തോന്നുന്നു, അതുമെല്ലാം അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ഒരു ഫോൾഡിങ് പോലെ ഒരു വാളിൽ ഒരു സൈഡിൽ നോക്കിയാൽ ഒരു പിക്ചറായിട്ട് കാണും, മറ്റു സൈഡിൽ പോയി നോക്കിയാൽ ഒരു പിക്ചറായിട്ട് കാണാം. കാർപ്പറ്റ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. പക്ഷേ അത് സെൻറ്ററിൽ നോക്കിയാൽ അത് 2 സിക്സ് ആഗ് പോലെ രണ്ട് ഡിസൈനായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ ഈ നല്ല ഒരു അനുഭവമായിരുന്നു ഒരു കാർപ്പറ്റ് മ്യൂസിയത്തിൽ പോയത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് പുറത്ത് വന്നു. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ, കാർപ്പറ്റ് മ്യൂസിയത്തിലെ വിശേഷങ്ങൾ. നാളെ മഡ് ബോൾ കാണാൻ പോകുന്നു. അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാവുന്നതാണ്. താങ്ക് യു.